പേരാവൂരിൽ വക്കീൽ തന്നെ ജയിക്കുമെന്ന് ഷാഫി പറമ്പിൽ എം പി. പേരാവൂരിൽ UDF സ്ഥാനാർത്ഥി സണ്ണി ജോസഫിന്റെ റോഡ് ഷോയിൽ സംസാരിക്കുകയായിരുന്നു ഷാഫി പറമ്പിൽ. പേരാവൂർ പിടിച്ചെടുക്കാൻ പോകുന്നത് ശൈലജ ടീച്ചർ ആകില്ലെന്നും സണ്ണി ജോസഫ് ആണെന്നും ഷാഫി പറഞ്ഞു. കാരണം അത് ജനങ്ങളുടെ തീരുമാനമാണ് എന്നാണ് ഷാഫി പറഞ്ഞത്. വ്യക്തിപരമായിട്ടൊന്നുമല്ല, ഈ ഗവൺമെന്റിനെതിരെ ജനങ്ങൾ നടത്തുന്ന മത്സരത്തിന്റെ പ്രതീകമാണ്. വടകരയിൽ ഉണ്ടായ പോലത്തെ വിവാദങ്ങൾ ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്ന് മാധ്യമങ്ങൾ ചോദിച്ചു. ഉണ്ടാകാതിരുന്നാൽ അവർക്ക് അത്രയും കൊള്ളാമെന്നാണ് ഞാൻ മറുപടി നൽകിയത്. ഉണ്ടായാൽ വടകരയിൽ ഉണ്ടായതിനേക്കാൾ ഇരട്ടി തിരിച്ചടി LDFിനുണ്ടാകും. ഞാനിപ്പോഴും പറയുന്നു, നത്തിങ് പേഴ്സണൽ, വ്യക്തിപരമല്ല, ഇതൊരു പൊളിറ്റിക്കൽ ഫൈറ്റാണ്. വടകരയിൽ വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ചതാണ് കാഫിർ സ്ക്രീൻഷോട്ട്. എന്തൊരു വർഗീയതയാണോ എന്നൊക്കെ ചോദിച്ച് എൻ്റെ ചിത്രം വെച്ച് കുറേ പോസ്റ്റുകൾ ഇട്ടത്. കോടതിയിൽ പോലീസ് കൊടുത്ത റിപ്പോർട്ടിനകത്ത് പറയുന്ന റിബേഷ് കറകളഞ്ഞ DYFIക്കാരനാണ്. റെഡ് എൻകൗണ്ടേഴ്സ് എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ ഇത് പ്രത്യക്ഷമാകുമ്പോൾ ആ പോസ്റ്റ് ഇട്ടത് റിബേഷ് രാമകൃഷ്ണൻ എന്നയാളാണ്. 25/4/2024 2:13 പോസ്റ്റ് ഇട്ടു. ഈ പോസ്റ്റ് എവിടെ നിന്ന് കിട്ടിയെന്ന് റിബേഷ് പോലീസിനോട് പറയുന്നില്ലെന്ന് പോലീസ് കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിൽ പറയുമ്പോൾ, എൻ്റെ തലയിൽ കെട്ടിവെച്ച് എന്നെ വർഗീയവാദിയാക്കാൻ CPM നടത്തിയ ശ്രമങ്ങളെ വടകരയിലെ ജനങ്ങൾ തൂത്തെറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്തരം ശ്രമങ്ങളെ കേരളത്തിലെ ജനങ്ങൾ വെച്ചുപൊറപ്പിക്കില്ലെന്ന കാര്യത്തിന് ഒരു സംശയവും വേണ്ടെന്നും ഷാഫി പറഞ്ഞു. അതേസമയം 2006 കോൺഗ്രസിനെ അട്ടിമറിച്ച് പേരാവൂർ പിടിച്ചടക്കിയ ശൈലജ ഇക്കുറിയും വിജയിക്കുമെന്ന് കണക്കുകൂട്ടിയാണ് CPM ശൈലജയെ കളത്തിലിറക്കുന്നത്. അതോടെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലെ തന്നെ ഏറ്റവും ശ്രദ്ധാകേന്ദ്രമായ മണ്ഡലമായി പേരാവൂർ മാറി. 2021 മട്ടന്നൂരിൽ മത്സരിച്ച് കേരള രാഷ്ട്രീയത്തിലെ റെക്കോർഡ് ഭൂരിപക്ഷം നേടിയ ശൈലജയ്ക്ക് പാർട്ടിക്ക് അപ്പുറമുള്ള വോട്ടുകൾ സമാഹരിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് പേരാവൂരിലേക്ക് നിയോഗിച്ചത്. ഒന്നാം പിണറായി സർക്കാരിൽ ആരോഗ്യമന്ത്രിയായുള്ള പ്രകടനത്തിലൂടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായപ്പോഴും ശൈലജ ചർച്ചകളിലേക്ക് വന്നിരുന്നു. എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമാനമായ ഒരു നീക്കം CPM ശൈലജയിലൂടെ നടത്തിയെങ്കിലും തിരിച്ചടിയായിരുന്നു ഫലം. വടകര ലോക്സഭാ സീറ്റ് തിരിച്ചുപിടിക്കുക എന്ന ദൗത്യത്തിലിറങ്ങിയ ശൈലജയ്ക്ക് പക്ഷേ ഷാഫി പറമ്പിലിന് മുന്നിൽ അടിതെറ്റി.